ചെറുപ്പത്തിലെ പടിയടക്കരുത്, പഠിച്ച് പിന്നോട്ട് എന്ന് പറയാറുണ്ട്. അതാണിപ്പോൾ കേരളത്തിലെ സ്കൂൾ കായിക രംഗത്ത് നടക്കുന്നത്. സൂക്ഷ്മ നിരീക്ഷണവും ശാസ്ത്രീയമായ പരിശീലന രീതികളും വഴി ലോകരാജ്യങ്ങളെല്ലാം പുതിയ ഉയരവും വേഗവും ദൂരവും കണ്ടെത്താൻ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് കുതിക്കുമ്പോൾ ഇവിടെ ക്ലോക്കും കലണ്ടറും എല്ലാം പിറകോട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണ്. ചെറുപ്പത്തിലെ പിടികൂടുക എന്നത് ചെറുപ്പത്തിലെ പടിയടയ്ക്കുക എന്നായി. സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥ മൂലം കായിക കേരളത്തിന്റെ ഭാവിയാണ് ഇരുളടഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, കുട്ടികളുടെ കായികക്ഷമതയിൽ അങ്ങേറ്റം ശ്രദ്ധ പുലർത്തേണ്ട ഡിജിറ്റൽ കാലത്ത് ഭാവി തലമുറകളുടെ കായികക്ഷമതയുടെ കടക്കലാണ് നിരുത്തരവാദപരമായ നിലപാട് വഴി കത്തിവച്ചിരിക്കുന്നത്. കളികളിലും വിനോദങ്ങളിലും ഏർപ്പെടുക എന്നത് കുട്ടികളുടെ അവകാശമാണെന്ന് അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധം ലോകമെങ്ങും അംഗീകരിച്ച കാര്യമാണ്. അതനുസരിച്ചുള്ള ആസൂത്രണവും പദ്ധതികളുമാണ് വിവിധ രാജ്യങ്ങൾ നടപ്പാക്കുന്നത്. അപ്പോഴാണ് ഇവിടെ പഴയൊരു KERന്റെ പേരിൽ സ്കൂളുകളിൽ കായിക അധ്യാപകരെ നിയമിക്കാതെ കോപ്രായം കാട്ടുന്നത്. സ്കൂൾ കായികമേളയുടെ സബ് ജില്ലാ തല മത്സരങ്ങൾ വിവിധ ജില്ലകളിൽ നടക്കുമ്പോൾ കായികാധ്യാപകർ നിസ്സഹകരണ സമരത്തിലാണ്. അവരുടെ ആവശ്യങ്ങളാകട്ടെ തികച്ചും ന്യായവും. തസ്തിക മാനദണ്ഡം ശാസ്ത്രീയമായി പരിഷ്കരിക്കുക, ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധിത പാഠ്യവിഷയമാക്കി മുഴുവൻ സ്കൂളുകളിലും കായികാധ്യാപകരെ നിയമിക്കുക, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കായികാധ്യാപക നിയമനം നടത്തുക തുടങ്ങിയവയാണ് സംയുക്ത കായികാധ്യാപക സംഘടനയുടെ ആവശ്യങ്ങൾ. തട്ടിക്കൂട്ട് ബദൽ സംവിധാനങ്ങളിലൂടെയാണ് മത്സരങ്ങൾ നടത്തുന്നത്. ക്യാച്ച് ദം യങ്, വാച്ച് ദം ഗ്രോ എന്നൊരു മുദ്രാവാക്യം മൈതാനത്തിന്റെ മൂലയിൽ അന്ത്യശ്വാസം വലിച്ചു കിടക്കുന്നത് ആരും കാണുന്നില്ല. കേരളത്തിന്റെ കായിക പാരമ്പര്യം ഉജ്ജ്വലമായിരുന്നു എന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല. ദേശീയ, ഏഷ്യൻ, ലോകവേദികളിൽ തിളങ്ങിയ കായിക താരങ്ങളൊന്നും തന്നെ വിണ്ണിൽ നിന്ന് പൊട്ടി വീണവരല്ല. ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ നിന്ന് കായികാധ്യാപകർ കണ്ടെടുത്തത് ഊതിക്കാച്ചി പൊന്നിൻകുടങ്ങളാക്കിയവരാണ്. തോമസ് മാഷിനെ പോലുള്ള അനേകം കായികാധ്യാപകരുടെ കഠിനാധ്വാനത്തിന്റെ വിയർപ്പിന്റെയും ആത്മാർത്ഥതയുടെയും ഫലങ്ങളാണ്. UP ഹൈസ്കൂൾ ക്ലാസുകളിൽ നിന്ന് കായിക പ്രതിഭകളെ തിരിച്ചറിഞ്ഞ് വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ എല്ലാ സ്കൂളുകളിലും കായികാധ്യാപകർ വേണം. ആർക്കും മനസ്സിലാകുന്ന ഈ ലളിതയുക്തി സർക്കാരിന് മാത്രം ബോധ്യപ്പെടുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴും പഴയൊരു നിയമത്തിന്റെയും അനുതാപ കണക്കുകളുടെയും വ്യാജയുക്തിയിലാണ് അഭിരമിക്കുന്നത്. സംസ്ഥാനത്തെ 70% സ്കൂളുകളിൽ കായികാധ്യാപകരില്ലെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. 500 കുട്ടികൾക്ക് 1 എന്ന കണക്കിലാണ് KER അനുവദിക്കുന്ന നിയമനം. കായികാധ്യാപകർ സമരം തുടങ്ങിയപ്പോൾ അത് UP സ്കൂളുകളിൽ 300-ന് 1 എന്നാക്കി. ഇതുവഴി ഈ വർഷം തസ്തിക നഷ്ടപ്പെടുന്ന അധ്യാപകർക്ക് മാത്രമാണ് പ്രയോജനമെന്ന് സംഘടനകൾ പറയുന്നു. കണ്ണിൽ പൊടിയിടുന്ന മറ്റൊരു തന്ത്രം. അനുപാതം കുറച്ചത് വഴി അധിക തസ്തിക പാടില്ലെന്ന കർശന നിർദ്ദേശവുമുണ്ട്. സീനിയർ അണ്ടർ 19 വിഭാഗത്തിൽ മികച്ച പ്രകടനം നടത്തുന്ന കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ നിന്നുള്ളവരാണ്. എന്നാൽ ആ സ്കൂളുകളിൽ കായികാധ്യാപകരില്ല. കായികാധ്യാപകരില്ലാത്ത അവസ്ഥയിലും കുറച്ചു കുട്ടികളെങ്കിലും മികവ് കാട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം തികഞ്ഞ ആർജവത്തോടെ പ്രവർത്തിക്കുന്ന ചില അക്കാദമികൾ ഉള്ളതാണ്. കായിക മേളകളിൽ ഇനങ്ങൾ കൂടി, മത്സരങ്ങളും കുട്ടികളെ പരിശീലിപ്പിക്കാനോ മത്സരങ്ങൾ ശാസ്ത്രീയമായി നടത്താനോ ആളില്ല. സ്പോർട്സിന്റെ സാങ്കേതിക വശങ്ങൾ അറിയാത്തവർ നടത്തുന്ന കായിക മേളകൾ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക. പുതിയ എത്രയോ ചെറുപ്പക്കാർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സുകൾ പഠിച്ച് പുറത്തിറങ്ങുന്നു. അവരുടെ അറിവും കഴിവും സംസ്ഥാനത്തിന് പ്രയോജനപ്പെടാതെ പോവുകയാണ്. 2000 ആണ്ടിൽ സമ്പൂർണ്ണ കായികക്ഷമതാ പരിപാടി നടപ്പാക്കിയിരുന്നു. അതുവഴി രാജ്യാന്തര മാനദണ്ഡം ഉപയോഗിച്ച് കുട്ടികളുടെ കായികക്ഷമത അളന്നു. സംസ്ഥാനത്തെ 20% കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ച് കായികക്ഷമതയുള്ളൂ എന്നായിരുന്നു കണ്ടെത്തൽ. അത് അവിടെ തീർന്നു. പിന്നെ ആരും അതേക്കുറിച്ച് ചിന്തിച്ചില്ല. ഇങ്ങനെ തുടരുകയാണ് കായിക ഭരണം. മുമ്പൊക്കെ കളിമൈതാനങ്ങളിലല്ലാതെ കുട്ടികൾക്ക് കായികക്ഷമതയ്ക്ക് അവസരമുണ്ടായിരുന്നു. അതായിരുന്നു അന്നത്തെ ജീവിത സാഹചര്യം. ഇന്ന് കാലം മാറി, ജീവിത രീതി മാറി, ഭക്ഷണ രീതി മാറി, മനോഭാവം മാറി. കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഈ സമയത്ത് നമ്മൾ ഉറക്കം തൂങ്ങുകയാണ്. ഇനിയിപ്പോൾ സംസ്ഥാന സ്കൂൾ കായികമേള എന്നൊരു മാമാങ്കം നടത്തും. കേരള ടീമുകളെ പ്രഖ്യാപിക്കും. ആ കുട്ടികൾ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികൾ പുതിയ ദൂരവും ഉയരവും വേഗവും വെട്ടിപ്പിടിക്കുന്നത് കണ്ട് അന്തം വിട്ട് തിരിച്ചു പോരും. പഴയ പാണന്മാർ അപ്പോഴും PT ഉഷയെന്നും ഷൈനി വിൽസൺ എന്നും ഒക്കെ പാടി നടക്കും. കോടികൾ മുടക്കി നമ്മൾ ഫുട്ബോൾ ജീനിയസ് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്നു. നല്ലത് തന്നെ. യുവത്വത്തെ ഉണർത്താൻ കിട്ടുന്ന അവസരമൊന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല. അതേസമയം ഇവിടുത്തെ കായിക രംഗത്തെ സമഗ്ര പുരോഗതിയെക്കുറിച്ചും മേലാളന്മാർ ഇടയ്ക്കൊന്ന് ചിന്തിക്കണം. സർക്കാർ പിടിവാശി ഉപേക്ഷിക്കണം. അനുപാതം നോക്കാതെ എല്ലാ സ്കൂളുകളിലും കായികാധ്യാപകരെ നിയമിക്കണം. 100 കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാകട്ടെ കായിക വിദ്യാഭ്യാസം ആ കുട്ടികളുടെ അവകാശമാണ്. KER തടസ്സമാണെങ്കിൽ അത് പരിഷ്കരിക്കണം. തൊട്ടതിനും പിടിച്ചതിനും വിദേശത്തേക്ക് പറക്കാൻ വെമ്പുന്ന ഭരണാധികാരികൾ അവിടങ്ങളിൽ നടക്കുന്നത് കണ്ണു തുറന്ന് കാണണം. കരുത്തരായി വളർന്ന് രാജ്യത്തെ നയിക്കേണ്ട തലമുറയെയാണ് നശിപ്പിക്കുന്നതെന്ന് എല്ലാവരും ചിന്തിക്കണം.